നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവര് നാളെ വന്നാൽ സർജറി ഞാൻ നടത്തും. അത് പ്രസവിക്കാനുള്ള സർജറി അല്ല, എന്നേക്കുമായി പ്രസവിക്കാതിരിക്കാനുള്ള യൂട്രസ് റിമൂവൽ സർജറി. അർച്ചനയോട് ആരാ പറഞ്ഞത് അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന്? ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാണല്ലോ. സന്ധ്യ ഡോക്ടർ പറഞ്ഞതും അങ്ങനെ തന്നെയാ. 90% സാധ്യത സന്ധ്യ ഡോക്ടറും പറഞ്ഞിരുന്നു. എങ്കിൽ ഞാൻ 100% പറയുന്നു. സാധ്യതയല്ല ഞാൻ പറയുന്നത്, ഉറപ്പാ. അർച്ചനയുടെ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയതിൽ എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ സർജറി ചെയ്താൽ പിന്നെ വലിയ ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യം വരില്ലെന്നാ. ചില ഡോക്ടേഴ്സ് സർജറി മനഃപൂർവ്വം ഒഴിവാക്കും, എന്നിട്ട് മെഡിസിൻ കഴിക്കാൻ പറയും. അത് മറ്റൊന്നും കൊണ്ടുമല്ല, സർജറിയുടെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാ. സന്ധ്യ ഡോക്ടർ അത് കരുതിയാവും സർജറിയുടെ കാര്യം നിങ്ങളോട് പറയാത്തത്. 2-3 വർഷം മെഡിസിൻ ഫോളോ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഷോർട്ട് കട്ടാണ് സർജറി ചെയ്യുന്നത്. വെറും 6 മന്ത്സ് കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് അർച്ചന ഗർഭിണിയാകും എന്നർത്ഥം. സർജറി എന്നൊക്കെ കേൾക്കുമ്പോ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. അതാ, ഇതൊന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ സർജറിയിലൂടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്തിനാ വെറുതെ കുറെ വർഷം കാത്തിരിക്കുന്നോർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് പേടിയൊന്നുമില്ല ഡോക്ടർ. സർജറി എത്രയും വേഗം ചെയ്യാം. ഡോക്ടർ പറഞ്ഞ പോലെ എന്തിനാ കുറെ വർഷം ഇനിയും കാത്തിരിക്കുന്നത്? കഴിയുന്നതും എത്രയും വേഗം എനിക്കൊരു അമ്മയാവണം. അർച്ചന പറഞ്ഞതാ ശരി. എന്തിനാ നമ്മളായിട്ട് വൈകിപ്പിക്കുന്നേ? നാളെ രാവിലെ അർച്ചന ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ സച്ചിക്ക്? എങ്കിൽ പിന്നെ നാളെ തന്നെ നമുക്ക് സർജറി ചെയ്യാം. നാളെ എന്ന് പറയുമ്പോ പറ്റും ഡോക്ടർ. നാളെ ഞാൻ വന്ന് അഡ്മിറ്റ് ആവാം. ഡോക്ടറുടെ സൗകര്യം പോലെ നാളെ തന്നെ സർജറി നടത്താം. ഞങ്ങൾക്കതിന് ഒരു തടസ്സമില്ല. ഗുഡ്. അർച്ചനയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അർച്ചനയ്ക്ക് ഒരു അമ്മയാവാൻ എന്തുമാത്രം താല്പര്യമുണ്ടെന്ന്. അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നാളെ രാവിലെ തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ. സർജറിക്കുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ഒരു പ്രതീക്ഷയില്ലാതെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ ഞങ്ങള്. പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറോട് സംസാരിച്ചപ്പോ എന്തോ വല്ലാത്തൊരു സമാധാനം. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയതാ ഡോക്ടർ ഇപ്പോൾ ഉറപ്പ് പറഞ്ഞത്. പണ്ടത്തെ കാലമൊന്നും അല്ല അർച്ചന ഇത്. എല്ലാത്തിനും പ്രതിവിധികളുണ്ട്. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന കേസുകളിൽ എത്രയോ നിസ്സാര കേസ് അർച്ചനയുടേത്. അത് നമുക്ക് മാറ്റാം. എന്താ പോരെ? മതി ഡോക്ടർ. ഡോക്ടറുടെ ഉറപ്പ് മതി ഞങ്ങൾക്ക്. എങ്കിൽ പിന്നെ വളരെ സന്തോഷത്തോടെ പോയിട്ട് വാ അർച്ചനെ. എന്നിട്ട് നാളെ രാവിലെ വന്നാൽ മതി. ശരി ഡോക്ടർ. പോയിട്ട് വരാം. ശരി ഡോക്ടർ. ഹലോ ഡോക്ടർ. അർച്ചന എന്ന് പറയുന്ന പേഷ്യന്റും അവരുടെ ഹസ്ബൻഡും വന്നിരുന്നു. ഒരു സർജറി ചെയ്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന കള്ളം പറഞ്ഞപ്പോ അതേപടി വിശ്വസിച്ചു പോയിട്ടുണ്ട്. അല്ല, എപ്പോഴത്തേക്കാ ഈ സർജറി ചെയ്യാൻ പറ്റുന്നേ? നാളെ തന്നെ.
എന്തിനാ അത് വൈകിപ്പിച്ച് കാത്തിരിക്കുന്നത്? നാളെ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് നാളെ വന്നാൽ സർജറി ഞാൻ നടത്തും. അത് പ്രസവിക്കാനുള്ള സർജറി അല്ല, എന്നേക്കുമായി പ്രസവിക്കാതിരിക്കാനുള്ള യൂട്രസ് റിമൂവൽ സർജറി. ഞാനും അച്ഛനും അമ്മയും കൂടി രാവിലെ അങ്ങോട്ട് വരാം. ആ ശരി ശരി ശരി. നാളെ അച്ഛനൊരു സർജറി ഉണ്ടെന്ന്. ആ സർജറി കഴിഞ്ഞ് ഒരു 6 മാസം ട്രീറ്റ്മെന്റ് കൂടി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടു. ഞാൻ പറഞ്ഞില്ലേ കമലേ, നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ഈശ്വരൻ തള്ളിക്കളയില്ലെന്ന്. നമ്മൾ കാരണമാ ഇതിത്രയും മോശമായത്. പറയണമെന്ന് കരുതിയപ്പോഴൊന്നും നമുക്ക് പറയാൻ കഴിഞ്ഞില്ല. ഇവനോട് പോലും നമ്മൾ പറഞ്ഞില്ല. മറ്റാരും വിഷമിക്കണ്ട എന്ന് കരുതിയിട്ട് അവസാനം തകർന്നു പോകുന്ന നിലയിലേക്കായി കാര്യങ്ങൾ. കൂടെ നിന്നവരൊക്കെ കാലുവാരിയെങ്കിലും നമ്മളെ ഈശ്വരൻ കൈവിട്ടില്ലല്ലോ. ഞാൻ കരുതിയത് ഉടനെ ഒന്നും അച്ചുമോൾ ഇതിന് തയ്യാറാവില്ലെന്നാ. കരഞ്ഞൊരു മൂലയ്ക്കൊതുങ്ങാതെ ഒരു ഡോക്ടറെ അവൾ കാണാൻ പോവുകയും അതിന് ഫലം ഉണ്ടാകുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ അതൊരു നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നുന്നേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അച്ഛന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഇതുവരെ അത് മറ്റാരെയും അറിയിച്ചിട്ടില്ലായിരുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അതങ്ങനെ തന്നെ ചെയ്യും. ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനായതുകൊണ്ടാണ് അത് അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നത്. പക്ഷെ അച്ചുമോളുടെ വിഷമം കാണുന്നതിനോടൊപ്പം എല്ലാവരും മറക്കുന്ന ഒരാളുണ്ട്, സച്ചി. എല്ലാം അറിഞ്ഞിട്ടും അവളെ ഇതുവരെ ഈ പേരും പറഞ്ഞ് ഒരു തരത്തിലും നോവിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി അച്ഛനൊപ്പം അവൻ ജീവിച്ചില്ലേ? വേറെ ആര് ചെയ്യും അത്? ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾക്കതിനപ്പുറം വേറെന്ത് ഭാഗ്യമാണ് ഈശ്വരൻ കൊടുക്കേണ്ടത്? എല്ലാം കൊണ്ടും ഭാഗ്യവതി അച്ചു. അതുകൊണ്ട് തന്നെ ഒരമ്മയാവണമെന്നുള്ള ഭാഗ്യവും ഈശ്വരൻ അവൾക്ക് കൊടുക്കും. എനിക്കത് ഉറപ്പാ. ഹലോ, അർച്ചനയുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചി? ഇപ്പോ ബെറ്റർ ആണ് ഡോക്ടർ. ഉടനെ തന്നെ സച്ചി മറ്റു ട്രീറ്റ്മെന്റ് കാര്യം അർച്ചനയോട് പറയണം. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായി റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. ഞാൻ അക്കാര്യം ഡോക്ടറോട് പറയാതിരിക്കായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.